നിരവധി വർഷങ്ങളായി എൻട്രൻസ് രംഗത്ത് വിപ്ലവകരമായ വിജയം സൃഷ്ടിക്കുന്നതിൽ ബ്രില്യൻറ്റിന്റെ സ്ഥാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എക്സാമുകളൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നീറ്റ്, ജെഇ മെയിൻ, ജെ അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു ചുരുങ്ങിയ സമയത്ത് വിജയം സൃഷ്ടിക്കുന്നതിൽ ബ്രില്യൻറ്റ് എല്ലാ കാലവും മുൻപന്തിയിലേക്ക്, നമ്മുടെ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ മുൻപന്തിയിലേക്ക് ഒരു പ്രോഗ്രാം കൊണ്ടുവരാറുണ്ട്. ക്രാഷ് കോഴ്സ്. ക്രാഷ് കോഴ്സ് 2024 ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം നിരവധി വിദ്യാർത്ഥികളാണ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനിയും നിരവധി വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിന്റെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ബ്രില്യൻറ്റിന്റെ ക്രാഷ് കോഴ്സ് എന്ന് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മോടൊപ്പം ജോസഫ് സാറും ജസ്റ്റി സാറും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ക്രാഷ് കോഴ്സിന്റെ മെറ്റീരിയൽസും ഇ ലേണിംഗ് ആപ്പും എന്തൊക്കെ സംവിധാനങ്ങളാണ് ക്രാഷ് കോഴ്സിൽ അടങ്ങിയിരിക്കുന്നതെന്ന് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റി സാറിനോട് ചോദിക്കാം. ജസ്റ്റി സാർ, നമ്മുടെ പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എന്താണ് ക്രാഷ് കോഴ്സ്? ക്രാഷ് എന്ന് പറഞ്ഞാൽ ക്രാഷ് ഒരു ചെറിയ മീനല്ല. അതായത് ക്രാഷ് കോഴ്സിലൂടെ വിജയം നേടിയ ധാരാളം വിദ്യാർത്ഥികൾ കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിക്കൽ കോളേജുകളിലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനോടെ ബ്രില്യൻറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. സാധാരണ ക്രാഷും ബ്രില്യൻറ്റിൻ്റെ ക്രാഷും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇത് ഒരു എക്സ്റ്റൻഡഡ് പ്രോഗ്രാമായിട്ടാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ധാരാളം സമയമുണ്ട്. ആ സമയം അനുസരിച്ച് കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ അധ്യാപകരെല്ലാം കൂടെ യോജിച്ച് വിദ്യാർത്ഥികളോട് സഹകരിച്ച് എല്ലാവരും കൂടി ചേർന്ന് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിൽ സ്റ്റഡി മെറ്റീരിയൽസിന് വലിയ റോളുണ്ട്, അധ്യാപകർ ടീച്ചിങ് മെത്തേഡ്സിന് റോളുണ്ട്, അതുപോലെ തന്നെ ഇ ലേണിംഗ് ആപ്പിൻ്റെ റോളുണ്ട്. ഓരോ റോളുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് പോകാം. ഓക്കെ. അപ്പോൾ ജസ്റ്റി സാർ പറയുകയുണ്ടായി, ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ക്രാഷ് കോഴ്സിൽ. അപ്പോൾ എന്താണ് ആ സിസ്റ്റം? ആ സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ വിജയം ലഭിക്കുന്നത് എല്ലാ വർഷവും. അപ്പോൾ ജോസഫ് സാർ പറയണം, എന്താണ് നമ്മൾ ക്രാഷ് കോഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം? സാറേ, നമുക്ക് നീറ്റ് നടക്കുന്നത് മെയ് 5-ാം തീയതിയാണ്. അതെ. നമുക്ക് നല്ലൊരു ഡ്യൂറേഷൻ ഉണ്ട്. അതെ. ക്രാഷ് എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിൽ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ എന്നാണ് പലരുടെയും ധാരണ. അതെ. നമുക്ക് ജനുവരി മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ ഡിസംബർ മുതൽ മെയ് വരെ നല്ലൊരു ഡ്യൂറേഷൻ നമുക്ക് സമയമുണ്ട്. അതെ. അപ്പോൾ ഈ കാലയളവിൽ നമ്മുടെ ടോട്ടൽ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും അല്ലെങ്കിൽ ജെയ്ക്കാണെങ്കിൽ മാത്സ് അങ്ങനെ ടോപ്പിക്കുകൾ പല മൊഡ്യൂളായിട്ട് തിരിച്ചിരിക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതൊരു മൊഡ്യൂൾ, അല്ലെങ്കിൽ മാത്സ് ആർക്കാണെങ്കിൽ മറ്റൊരു മൊഡ്യൂളായിട്ട് തിരിച്ചിട്ട് ഒരാഴ്ചയിലും ഓരോ മൊഡ്യൂളിൻ്റെയും ക്ലാസ് നടക്കുകയാണ്. ഓക്കെ. അതോടൊപ്പം അതിൻ്റെ എക്സാം എല്ലാ വീക്കെൻഡിലും ഞായറാഴ്ച എക്സാം. അതോടൊപ്പം നമ്മൾ ഈ മൊഡ്യൂൾ അനുസരിച്ചുള്ള ഭാഗങ്ങളുടെ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്ത് പ്രാക്ടീസ് ആവണമല്ലോ, അപ്പോൾ കൂടുതലായിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രിപ്പറേറ്ററി എക്സാം എന്ന രീതിയിൽ ഇ ലേണിംഗ് ആപ്പ്, നമുക്ക് ഇ ലേണിംഗ് ആപ്പ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇ ലേണിംഗ് ആപ്പിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യാനുള്ള അവസരമുണ്ട് അവർക്ക്. ഓക്കെ. അപ്പം വളരെ നല്ല രീതിയിൽ, കാരണം മിടുക്കരായ വിദ്യാർത്ഥികളാണ് നമുക്ക് ക്രാഷിലേക്ക് വരിക. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിലെ ക്രാഷ് വരിക എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യപൂർവ്വം വരുന്നതാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബേസ് ഉണ്ട് താനും. അപ്പോൾ അവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാനും ക്ലാസ് കാണാനുമുള്ള എല്ലാ അവസരവും നമ്മൾ ഈ ഡ്യൂറേഷനിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് അവതരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നാനാഭാഗത്തു നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് നമ്മൾ എത്ര ടൈപ്പ് ഓഫ് ക്ലാസ്സുകളാണ് ക്രാഷ് കോഴ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സാർ? ക്രാഷ് കോഴ്സ് നമ്മൾ 3 മോഡിലാണ് നടത്തുക. അതെ. ഒന്ന് ക്ലാസ് റൂം പ്രോഗ്രാം, രണ്ടാമതായിട്ട് ഓൺലൈൻ തന്നെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ. ഇനി അതല്ലാതെ ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരു ഹൈബ്രിഡ് ലേണിംഗ് ഉണ്ട്. ഓക്കെ. അതിൽ ഓരോന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. ക്ലാസ് റൂം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ബോർഡ് എക്സാമിന് ശേഷം, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസിനും CBSE ആണെങ്കിൽ അവരുടെ ബോർഡ് എക്സാമിന് ശേഷം ക്ലാസ്സുകൾ ബ്രില്യൻറ്റിൻ്റെ സെലക്ടഡ് ക്യാമ്പസുകളിൽ അധ്യാപകരോട് നേരിട്ട് സംവദിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം ഒരുക്കുന്ന മെത്തേഡാണ് നമ്മൾ ക്ലാസ് റൂം പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ ഓൺലൈൻ മോഡ്, അതിപ്പോൾ വീടുകളിലിരുന്നോ അവരുടെ ഹോസ്റ്റലിലിരുന്നോ ഒക്കെ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഓൺലൈൻ മോഡിൽ തന്നെ പോകുന്നുണ്ട്. ഇതുകൂടാതെ ഹൈബ്രിഡ് ഫോമിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നു. അവർക്ക് ബോർഡ് എക്സാമുകൾക്കും അത് ഉപകാരപ്പെടും. അതിനുശേഷം ബോർഡ് എക്സാമിന് ശേഷം ബാക്കി +1 ക്ലാസ്സുകൾ നമ്മൾ ഓഫ്ലൈനായിട്ട് അല്ലെ ക്യാമ്പസിൽ വന്ന് ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസുകളിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടുള്ള ക്യാമ്പസുകളിൽ, അതുപോലെ ദുബായ് ക്യാമ്പസിലൊക്കെ ക്ലാസ്സുകൾ നടത്തുന്ന 3 പ്രോഗ്രാമുകളാണ് നമുക്ക് ക്രാഷിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ മോഡ് എടുക്കുന്നവർക്ക് ഓഫ്ലൈൻ എക്സാമിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ടോ? ഉണ്ട്. അതായത് ഓൺലൈനായിട്ട് ഇപ്പോൾ എക്സാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കെല്ലാം ആഴ്ചയിലൊന്ന് നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. അതുകൂടാതെ മോഡൽ എക്സാം നടത്തുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ എല്ലാ സ്റ്റുഡൻസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള സംവിധാനം, അതായത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകളിൽ ടെസ്റ്റ് സെൻറ്ററുകളുണ്ട്, അല്ലാണ്ട് നമ്മുടെ ക്യാമ്പസുകളുണ്ട്. അവിടെയൊക്കെ വന്ന് എല്ലാ ജില്ലകളിലും പരീക്ഷ എഴുതാനുള്ള സംവിധാനം അവസാന മോഡലുകളിൽ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ട് വന്ന്
പെൻ ആൻഡ് പേപ്പർ മോഡൽ എക്സാം എഴുതി അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമുണ്ട്. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും അപ്പോൾ നടക്കുക. കേരളത്തിലെ ഏറ്റവും സമ്പ്രദായ വിദ്യാർത്ഥികളോട് മാറ്റിവെക്കാൻ അതൊരു പ്രാക്ടീസ് കിട്ടിയതിന് ശേഷം നീറ്റ് അല്ലെങ്കിൽ കീമിനൊക്കെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ജെഇ എഴുതാനായിട്ട് അവർക്കൊരു അവസരം ഒരുക്കുകയാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. അപ്പം ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന നിരവധി വിദ്യാർത്ഥികൾ, ജോയിൻ ചെയ്ത നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരെല്ലാവരും ഓൾമോസ്റ്റ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ വിജയത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പോഴും പറയാറുള്ള ഒരു ഘടകമാണ് അവരെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ, ബ്രില്യൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റഡി മെറ്റീരിയൽസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു ഈ ഒരു വിജയത്തിലേക്ക് എത്താൻ. അപ്പോൾ വലിയൊരു പങ്കുണ്ട് അവരുടെ നമ്മുടെ വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രാഷ് കോഴ്സിന്. അപ്പോൾ എന്തൊക്കെയാണ് ജോസഫ് സാർ ഈ ക്രാഷ് കോഴ്സിൽ അടങ്ങിയിരിക്കുന്നത്? നമ്മൾ ക്രാഷ് കോഴ്സിൽ മെയിനായിട്ടും 9 സ്റ്റഡി മെറ്റീരിയലാണ് കൊടുക്കുക. അതെ, അതെല്ലാ സ്ട്രീമിലുള്ള കുട്ടികൾക്ക്, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഹൈബ്രിഡ് ബാച്ച് ആയാലും എല്ലാ കുട്ടികൾക്കും നമ്മൾ മെറ്റീരിയൽ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 സബ്ജക്റ്റിൻ്റെയും സ്റ്റഡി മെറ്റീരിയലാണ്. ഈ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യുക. ഇപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും ഓരോ ചാപ്റ്ററിൻ്റെയും 3 ലെവലുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്ത് കൊടുത്തിരിക്കുക. ഓക്കെ, ആദ്യം കൊടുത്തിരിക്കുന്നത് ലെവൽ 1, അത് ഹോംവർക്കാണ്. കുട്ടി ക്ലാസ്സിലേക്ക് വരുമ്പോൾ തന്നെ, കാരണം കുട്ടി ഓൾറെഡി +2, +1, +2 പഠിച്ചിട്ടാണ് വരിക. അപ്പോൾ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഓൾറെഡി. അപ്പോൾ അവർക്ക് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് NCERT ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ട് ചെയ്ത് നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് എന്ന നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഷെഡ്യൂൾ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നതുമാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് കുട്ടികൾ ചെയ്തിട്ട് വരാം. രണ്ടാമതായിട്ട് ലെവൽ 2 ക്വസ്റ്റ്യൻസ്. ലെവൽ 2 നമ്മൾ ക്ലാസ്സിൽ പ്രൊഫസർ പഠിപ്പിച്ചതിന് ശേഷം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തതിന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലെവൽ 2 ക്വസ്റ്റ്യൻസ്. ഓക്കെ, തുടർന്നുള്ള ക്വസ്റ്റ്യൻ സെൽഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. അത് ക്ലാസ് എടുത്തതിന് ശേഷം കുട്ടി വീട്ടിൽ പോയി ടെക്സ്റ്റൊക്കെ വായിച്ച് കുട്ടിക്ക് കോൺഫിഡൻസ് ഒന്നുകൂടി ഉയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ നീറ്റിന് ആവശ്യമായ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റീവ്, മാച്ച് ദി ഫോളോയിങ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, അസർഷൻ റീസൺ, അങ്ങനെ എല്ലാ ടൈപ്പും നീറ്റ് എക്സാമിന് കഴിഞ്ഞ 10 വർഷമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ബ്രില്യൻറ്റിലെ ഓരോ വലിയൊരു ടീം പ്രൊഫസേഴ്സ് ഇരുന്ന് തയ്യാറാക്കിയ മെറ്റീരിയലാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. ഇതുകൂടാണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 3 സബ്ജക്റ്റിൻ്റെ ഉണ്ട്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ ഉണ്ട്, 3 സബ്ജക്റ്റിൻ്റെയും. ഇതിനകത്ത് 2023 മുതൽ പുറകോട്ട് 2005 വരെയുള്ള വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ പ്രത്യേകത അത് ചാപ്റ്റർ വൈസാണ്. അതൊരു ഈ ഒരു വർഷത്തെ ഫുള്ള് ക്വസ്റ്റ്യൻ രീതിയിലല്ല, ഓരോ ചാപ്റ്ററിൽ നിന്നും മുൻ വർഷങ്ങളിൽ 2005 വരെയുള്ള വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പം ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്റർ പഠിക്കുന്ന കൊച്ചിനെ സംബന്ധിച്ച് ആ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കി അങ്ങനെ പഠിക്കാനുള്ള വലിയൊരു അവസരം. അത് മാത്രമല്ല, അതിൻ്റെ അകത്തും സബ് ഹെഡിങ്ങുകളുണ്ടല്ലോ, അതും തിരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും അതിൻ്റെ ഓരോ പാർട്ടിൽ നിന്നും എങ്ങനെയൊക്കെ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് കൊച്ചിന് നോക്കി മനസ്സിലാക്കി പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ മെറ്റീരിയൽ വഴി കുട്ടികൾക്ക് ലഭിക്കുക. അത് 3 സബ്ജക്റ്റിനും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് എല്ലാം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളിത് കൂടാണ്ട് കൊടുക്കുന്ന മറ്റൊരു മെറ്റീരിയലാണ് നമ്മുടെ ബ്രെയിൻ പോയിന്റർ. ബ്രില്യൻറ്റിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഏറ്റവും താല്പര്യത്തോടെ ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റീരിയലാണ് ബ്രെയിൻ പോയിന്റർ. നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ +1 +2 ടോപ്പിക്കിൻ്റെ ഒരു ഷോർട്ട് നോട്ടാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് റിവിഷൻ ഇതുവഴി സാധ്യമാവുക ചെയ്യുന്നത്. അതുകൊണ്ട് കുട്ടികൾ എല്ലായ്പ്പോഴും എക്സാമിനൊക്കെ വരുമ്പോൾ കുട്ടികൾ മറിച്ച് നോക്കി പെട്ടെന്ന് അവരുടെ മെമ്മറി റിവൈസ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ക്യാമ്പസിൽ കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ മെറ്റീരിയൽ നമ്മൾ ക്രാഷിലെ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വർഷം നമുക്കറിയാം എൻ്റെ സിലബസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും പ്രാക്ടിക്കലിലെ കുറെ പോർഷൻസ്, അതോടൊപ്പം ബയോളജിക്ക് ചെറിയൊരു പോർഷൻസ് അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ആഡഡ് പോർഷന്റെ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നീറ്റ് സിലബസിന് എന്തൊക്കെ ചോദിക്കുമോ അതെല്ലാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ പ്രൊഫസേഴ്സ് അത് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് അത് ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ചർച്ച ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ സിലബസിന്റെ എല്ലാ പാർട്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ ട്രഷറാണ് അല്ലേ? ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ കിട്ടുന്ന വലിയൊരു ട്രഷർ തന്നെയാണ് ക്രാഷ് കോഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പാലാഴി കഴിഞ്ഞെടുത്ത അമൃതം. അതെ. അപ്പോൾ തീർച്ചയായിട്ടും ജോസഫ് സാർ പറഞ്ഞത് നമ്മുടെ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എത്തുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ ജെഇ മെയിൻ അഡ്വാൻസ്ഡ് പോലുള്ള പ്രവേശന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് കോഴ്സിന്. അവർക്ക് ഇനി വളരെ കുറച്ച് മാസം മാത്രമാണ് മുന്നിലുള്ളത്. അപ്പോൾ ജിസ് സാർ, നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് ആയിട്ട് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച് അതിലുള്ള എന്തൊക്കെ ഘടകങ്ങളാണെന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാമോ? എഞ്ചിനീയറിംഗിനും നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് ബുക്കുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് എഞ്ചിനീയറിംഗിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ്. ക്രാഷ് 2024 എഞ്ചിനീയറിംഗ് സ്റ്റഡി മെറ്റീരിയൽ, ഫിസിക്സിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ തന്നെ കെമിസ്ട്രി, മാത്തമാറ്റിക്സും ഉണ്ട്. അതിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ഓരോ ചാപ്റ്ററിൻ്റെയും സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ സിനോപ്സിസ് ആണ്. അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് നോട്ടാണ് കൊടുത്തിരിക്കുക.
കുട്ടികൾക്കത് ഒരു പെട്ടെന്ന് ആ ചാപ്റ്ററിനെ കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ലെവൽ 1 അത് ഹോംവർക്ക് തന്നെ. അതായത് നീറ്റിൽ ജോസഫ് സാർ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ഹോംവർക്കാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡേ പ്ലാനും അല്ലെങ്കിൽ ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടല്ലോ, ആ പ്ലാൻ അനുസരിച്ച് കുട്ടികൾ ക്ലാസ്സുകൾ കാണുന്നു. അതിനുശേഷം അവർക്ക് അവർ ഹയർ സെക്കൻഡറി സിലബസിൽ പഠിച്ച ബുക്കിനെ ബേസ് ചെയ്തുള്ള ഏറ്റവും അതിനകത്ത് നല്ല കോർ കൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്. അതെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ ആ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ട്. അതിനെ ബന്ധിച്ച് അതിൻ്റെ കോർ കൺസെപ്റ്റുകൾ ഇനിയും അല്പം കൂടി ടഫായിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സുകളിൽ പ്രൊഫസേഴ്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ലെവൽ 2. അത് കുട്ടികളും പ്രൊഫസേഴ്സും മുഖാമുഖം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് വരുമ്പോൾ മൂന്നാമത് കുറേ ന്യൂമറിക്കൽ ടൈപ്പ്, അസേഷൻ റീസൺ ടൈപ്പ്, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് JEE മെയിൻ ഉദ്ദേശിച്ച കുട്ടികളെയാണ്. അതുകൂടാതെ സെൽഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. JEE മെയിനിന് വേണ്ടി ഉള്ള എല്ലാ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കീമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൽഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ ചാപ്റ്ററെല്ലാം തീർന്നു കഴിയുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് പോയി സെൽഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയാണ് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുക. അങ്ങനെ സിലബസിലുള്ള എല്ലാ ചാപ്റ്ററുകളും ഉൾപ്പെടുത്തിയാണ് ഓരോ സ്റ്റഡി മെറ്റീരിയലും തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഈ ചാപ്റ്ററിലൂടെ കടന്നു പോയതിന് ശേഷം കുട്ടികൾക്ക് വീണ്ടും ബ്രെയിൻ പോയിൻ്റർ, ഇത് കെമിസ്ട്രിയുടെ ബ്രെയിൻ പോയിൻ്ററാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ബ്രെയിൻ പോയിൻ്ററുണ്ട്. അത് ക്വിക്ക് റിവിഷനാണ് കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി, അതിൻ്റെ സിലബസ് ഉണ്ട്, അതിന് വേണ്ട ഇക്വേഷൻസ് ഉണ്ട്, ചെറിയ എക്സാമ്പിൾസ് ഉണ്ട്, ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടി കുട്ടികൾക്ക് ഈ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം പിന്നീട് എക്സാമിൻ്റെ തലേ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എക്സാം എടുക്കുന്ന ദിവസങ്ങളിൽ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് മെമ്മറി ടിപ്സാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും അതൊരു ബ്രെയിൻ പോയിൻ്റർ തന്നെയാണ്. അപ്പോൾ അത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്തമാറ്റിക്സിനുണ്ട്. അങ്ങനെ 3 ബുക്സ്. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആയിട്ട് ഇപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ 3 ബുക്കുകൾ, ബ്രെയിൻ പോയിൻ്റർ 3 ബുക്കുകൾ, അങ്ങനെ 6 ബുക്കുകൾ. അതിനുശേഷം JEE മെയിൻ എഴുതുന്ന കുട്ടികൾക്ക് ജോസ് സാറേ JEE മെയിൻ അതായത് 2023 ഉണ്ടായിരുന്ന എല്ലാ പരീക്ഷകളുടെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, വർക്കൗട്ട് എക്സാമ്പിൾസ് എല്ലാം സോൾവ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽഡ് സൊല്യൂഷനോട് കൂടിയ JEE മെയിൻ 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ്, അത് ഒരു വലിയ ബുക്ക്. അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് ആ പാറ്റേൺ മനസ്സിലാകുന്നതിന് വളരെയധികം സഹായിക്കുന്നു. ഓരോ വർഷവും നമ്മൾ കൊടുക്കാറുണ്ട്. മുൻ വർഷങ്ങളിൽ പഠിച്ച കുട്ടികളും പറഞ്ഞിട്ടുണ്ട് ആ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാകുന്നതിന് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബ്രില്ലിൻ്റെ ഒരു മെറ്റീരിയൽ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബ്രില്യൻ്റ് ഫാമിലി, അവിടുത്തെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ആളുകൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന് ഡിസ്കസ് ചെയ്ത് അത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ലക്ഷ്യത്തിലൂടെ, അതായത് മറ്റുള്ള ക്രാഷ് കോഴ്സുകളായിട്ടുള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ്. 40 വർഷത്തെ എക്സ്പീരിയൻസിൽ കാലാകാലങ്ങളിൽ വന്ന അപ്ഡേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ്. അപ്പം പെട്ടെന്നൊരു സിലബസിലൊരു മാറ്റം വന്നു, അത് ഉൾക്കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മെറ്റീരിയലെല്ലാം പുനഃക്രമീകരണം നടത്തി ഏറ്റവും അപ്ഡേറ്റഡ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ കീമിൻ്റെ കുട്ടികൾ, കീം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. കീം ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കീം എൻട്രൻസ് എക്സാമിൻ്റെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻ 10 years, അതായത് 2023 പുറകോട്ട് 2014 വരെ ഉള്ള 5 മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് വിത്ത് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, കീമിന് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത് കൃത്യമായിട്ട് വന്നിരിക്കുകയാണ്. അതും ഒരു പരിധി വരെ ആ കുട്ടികളെ കീമിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് 8 മെറ്റീരിയൽസാണ് JEE സെക്ഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ഷന് വേണ്ടി നമുക്ക് നൽകാനുള്ളത്. സ്വാഭാവികമായിട്ടും ക്രാഷ് കോഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ജോസഫ് സാറും ജസ്റ്റിസ് സാറും നമുക്ക് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഇതിനോടകം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എപ്പോൾ അവർക്ക് ഇത് ഡെലിവർ ആവും? നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ് ബാച്ചുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോൾ ലഭിക്കും? സാറേ, അഡ്മിഷൻ എടുത്ത ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് നമ്മളത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പം ഓൺലൈനിലും ഹൈബ്രിഡിലും അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു കുട്ടിക്കും നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഇന്ത്യ പോസ്റ്റ് വഴി ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അയച്ച് വീട്ടിലെത്തിക്കുക ചെയ്യുന്നത്. ഓക്കെ. നമ്മളിനി ഓഫ്ലൈൻ ക്ലാസ്സിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് അവൻ ക്ലാസ്സിൽ വരുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ, ഫസ്റ്റ് അവർ തന്നെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ യഥാസമയം സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്ന് ജോസഫ് സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുണ്ടായി. സാർ, അതുപോലെ തന്നെ 2023 അതുപോലെ നിരവധി വർഷങ്ങളായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗമാവുന്ന വിദ്യാർത്ഥികളോട് എന്താണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിച്ചതിൻ്റെ
പിന്നിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചതെന്ന് പറയുമ്പോൾ നിരവധി ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾ പറയാറുണ്ട്. അതിൽ അവർ ഏറ്റവും എടുത്ത് പറയുന്ന ഒരു ഫെസിലിറ്റിയാണ് ബെർലിൻഡിന്റെ ഇ ലേണിംഗ് ആപ്പ്. അപ്പോൾ ആ ഒരു ഇ ലേണിംഗ് ആപ്പിലേക്കുള്ള ഒരു ആക്സസ് നമ്മുടെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആണെന്ന് പറയുന്നത്. മറ്റ് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇ ലേണിംഗ് ആപ്പിലോട്ട് ലഭ്യമാകുന്നത്? ഇ ലേണിംഗ് ആപ്പിൽ കുട്ടികൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ ക്ലാസ്സുകളുണ്ട്. അതെ, അത് 2-3 സെറ്റാണ് ക്ലാസ്സുകൾ കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഒരു ചാപ്റ്റർ എടുത്താൽ സം ബേസിക് കൺസെപ്റ്റ് കെമിസ്ട്രി, അതെ, അതൊരു ചാപ്റ്റർ എടുത്താൽ ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി, റിയാക്ഷൻ മെക്കാനിസം, അതിലെ ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സുകൾ ഒരു 3 അധ്യാപകരുടെ ക്ലാസ്സുകൾ കിടപ്പുണ്ട് ഓരോ ചാപ്റ്ററിനും. അതായത് എല്ലാ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും ഒരു 3 സെറ്റോളം വീഡിയോ ക്ലാസ്സുകൾ കുട്ടിക്ക് ഇഷ്ടമുള്ളത് കാണാം. പിന്നെ അതുകൂടാതെ അതിനകത്ത് മോക്ക് ടെസ്റ്റുകൾ, ധാരാളം മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വീഡിയോ സൊല്യൂഷൻസ്. അപ്പോൾ അത്രയും എക്സ്പ്ലനേഷൻ കൊടുത്തുള്ള ക്ലാസ്സുകളാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ കുട്ടിക്ക് ഇപ്പം ഒരു ദിവസം വരാൻ പറ്റിയില്ല, ആ കുട്ടിക്ക് വീട്ടിൽ പോയിരുന്ന ക്ലാസ് സമാധാനമായിട്ട് കാണാം. കാരണം പിന്നീട് സമയം എടുത്ത് ആ കുട്ടിക്ക് കാണാം, ഒരു പനി വന്നു അല്ലെങ്കിൽ അസുഖം വന്നു, പെട്ടെന്ന് ക്ലാസ് നഷ്ടപ്പെട്ടാൽ പോലും അതിനകത്ത് ഡീറ്റെയിൽഡ് ആപ്പിലെ ക്ലാസ് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ട്യൂഷൻ്റെ ക്ലാസ്സും +2 ട്യൂഷൻ ക്ലാസ്സുകൾ മുഴുവൻ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആ തിയറി ബേസ് ചെയ്ത് ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കാൻ വേണ്ടിയുള്ള ഹെൽപ്ഫുള്ളാണത്. അതും ഈ ലേണിംഗ് ആപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തി ക്രാഷ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ട്യൂഷൻ ക്ലാസ്സുകൾക്കകത്ത് തന്നെ പ്രത്യേകത ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഇപ്പോൾ 4 സബ്ജക്റ്റിൻ്റെ ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്ത വിദ്യാർത്ഥിയുണ്ട്. പക്ഷെ അവർക്ക് ചിലപ്പോൾ ബയോളജി സ്കൂളിൽ പഠിക്കേണ്ട ബാച്ചുകളുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ ബയോളജി ക്ലാസ്സുകളോട് കിട്ടുക, അത് കാണാൻ പറ്റും. ഇനി നേരെ തിരിച്ചും ഇനി മെഡിക്കലുകാർക്ക് മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ, അതായത് ബ്രില്യൻറ്റിലെ ഏറ്റവും നല്ല, അതായത് ഇന്ത്യയിലെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ് നയിക്കുന്ന ക്ലാസ്സുകൾ കിട്ടാനുള്ള ഭാഗ്യം കൂടിയാണ് ആ ഇ ലേണിംഗ് ആപ്പിലൂടെ ഇവർക്ക് ഇത് കരസ്ഥമാക്കാൻ പോകുന്നത്. സാർ, ഇതുകൂടാണ്ട് നമുക്ക് ഫുൾ യൂണിറ്റ് ക്വസ്റ്റ്യൻസ് അല്ലേ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പറയില്ലേ? നേരത്തെ നമ്മൾ നടത്തിയ മോഡൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതുകൂടാതെ കുട്ടികൾക്ക് സംശയം ഉണ്ടാകുക, പെട്ടെന്ന് നമ്മുടെ അടുത്ത് അധ്യാപകനില്ല, ആ അവസരത്തിൽ പോലും ഈ നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിലേക്ക് ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കിട്ടുക. അപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ടും ഒരു ഡിജിറ്റൽ ലൈബ്രറി തന്നെയാണ് നമ്മുടെ ഈ ലേണിംഗ് ആപ്പ്. സർ, എല്ലാ വർഷവും നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും നിരവധി പുതിയ ഫീച്ചേഴ്സ് ആണ് ഇ ലേണിംഗ് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു പുതിയ ഫീച്ചർ ഉണ്ട് അല്ലേ സർ? ഈ വർഷം നമ്മൾ കസ്റ്റം എക്സാം എന്ന് പറഞ്ഞൊരു പുതിയ സംവിധാനം നമ്മുടെ ആപ്പിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റം എക്സാമിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡിഫിക്കൽട്ടി ലെവൽ ഇതെല്ലാം കുട്ടിക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ ഈ കസ്റ്റം എക്സാമിൽ വരിക. അപ്പോൾ കുട്ടിക്ക് ഏത് ചാപ്റ്ററാണ് സെലക്ട് ചെയ്യാം, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ 50 അല്ലെങ്കിൽ 100 ചെയ്യാൻ തയ്യാറാണ്, അത് ആ നമ്പർ സെലക്ട് ചെയ്യാം. അത് ഏത് ലെവലിൽ, ഈസി വേണോ, ടഫ് വേണോ, അല്ലെങ്കിൽ വെരി ടഫ് ആണോ, ആ റേഞ്ച് കുട്ടിക്കാണ്. ഓരോ കുട്ടിക്കും ഓരോ റേഞ്ച് ആണല്ലോ. പഠിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ കുട്ടി പഠിച്ചു തുടങ്ങുമ്പോൾ ഈസി ക്വസ്റ്റൻ ആയിരിക്കും ചെയ്യാൻ ആഗ്രഹിക്കുക. കുറച്ചുകൂടി പഠിച്ച് ഡെപ്തിലോട്ട് പഠിച്ചു കഴിയുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പോൾ ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ച്, പഠനത്തിനനുസരിച്ച് ലെവൽ കൂടുന്നതിനനുസരിച്ച് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൊച്ചു ചെയ്യാനായിട്ട് എങ്ങനെ താല്പര്യപ്പെടുന്നു അതനുസരിച്ച് കുട്ടിക്ക് ഡിസൈൻ ചെയ്യാവുന്ന പാറ്റേണിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പുതിയ അപ്ഡേഷനാണ് കസ്റ്റം എക്സാം എന്ന് പറഞ്ഞത്. അതും ഇപ്പോൾ നമ്മുടെ ഈ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് സാർ. അപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ക്രമീകരണങ്ങളാൽ വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വന്നെത്താൻ പറ്റിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് അല്ലേ ബ്രില്യൻ്റ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റി സാർ, നിരവധിയായ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഇപ്പോൾ അവരുടെ മനസ്സിലൊരു ചോദ്യം, ഒരു ചെറിയൊരു സംശയമുണ്ട്. എത്രയാണ് ക്രാഷ് കോഴ്സിന്റെ ഫീസ്? ഇത്രയും വലിയൊരു കോഴ്സിന് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് തന്നെയാണ് ബ്രില്യൻ്റ് എക്കാലത്തെയും പോലെ ഈ കൊല്ലവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. 4750 രൂപ മുതൽ നമുക്ക് കോഴ്സുകൾക്ക് ഫീസുണ്ട്. അതായത് ഇത്ര സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, വളരെയധികം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇ ലേണിംഗ് ആപ്പ്, മെൻറ്റർ സംവിധാനം, ഈ സപ്പോർട്ടും എല്ലാം കൂടെ കൂടി 4750 രൂപ മുതൽ ആണ് നമുക്ക് കോഴ്സിൻ്റെ ഫീസായിട്ട് നമ്മൾ കോഴ്സ് ഫീസായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമല്ലോ, അർഹമായ സ്കോളർഷിപ്പുകൾ കിട്ടണം, അവർക്കതൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അതായത് സ്റ്റേറ്റ് സിലബസിലും ISC ആൻഡ് CBSE എല്ലാ സിലബസിലും, അതെ, അവർക്ക് ഏത് സിലബസാണോ പഠിച്ചാൽ അവർക്ക് വ്യത്യസ്തമായ സ്കോളർഷിപ്പുകളുണ്ട്. CBSEയിലും ISCയിലും 10th മാർക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10th എല്ലാ സബ്ജക്റ്റുകൾക്കും കൂടെ 96% മുതൽ മുകളിലേക്കുള്ളവർക്ക് അത് 10% തൊട്ട് സ്കോളർഷിപ്പ് 100% വരെ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ അവർ 10th ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 പഠിച്ചതിന് അവർ എക്സാം എഴുതിയിട്ടുണ്ട്. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നതുകൊണ്ട് 11th
ഹയർ സെക്കൻഡറിയുടെ ബോർഡ് എക്സാമിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്താണ് അവിടെയും എല്ലാ സബ്ജക്റ്റുകൾക്കും സ്റ്റേറ്റുകാർക്ക് മാത്രം +1 ബേസ് ചെയ്ത് ആണ്. എല്ലാ സബ്ജക്റ്റുകൾക്കും കൂടെ 96% മുതൽ മുകളിലേക്കുള്ള അനുസരിച്ച് 10 മുതൽ 100% വരെ സ്കോളർഷിപ്പുകൾ നമ്മൾ നൽകുന്നുണ്ട്. സാർ അതോടൊപ്പം നീറ്റ് അതിനെ ബേസ് ചെയ്തില്ലേ? അതെ, അതായത് അത് നീറ്റിനെ ബേസ് ചെയ്ത സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെ കോഴ്സുകൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ല ബ്രില്ലിൻ്റെ റിപ്പീറ്റർ പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ബ്രില്ലിൻ്റെ ക്രാഷ് കോഴ്സിന് നേരത്തെ ആദ്യം തുടങ്ങിയ ബാച്ചുകളൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞ നീറ്റ് എക്സാം എഴുതി അവർക്ക് കഴിഞ്ഞ വർഷത്തെ മാർക്കിനെ ബേസ് ചെയ്ത് അഡ്മിഷനൊന്നും ലഭിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പം മറ്റേത് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സമയത്ത് ക്രാഷ് കോഴ്സിന് അവർക്ക് ജോയിൻ ചെയ്യാം. നീറ്റ് സ്കോർ 375 മുകളിലുള്ള വിദ്യാർത്ഥികൾ ഏത് കുട്ടിക്കും, അതായത് ഇപ്പോൾ അവർ വേറെ ഏത് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഡിഗ്രി ഇപ്പോൾ സെൽഫ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ വരെ കാണും വീടുകളിലിരുന്നു. അവർക്കൊക്കെ ഇനി എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാനും ഒരു മെൻറ്റർ സപ്പോർട്ടിലൂടെ കടന്നു പോകാനും ബ്രില്ലിൻ്റെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമായ റിപ്പീറ്റർ കോഴ്സ് അത് ഏതൊക്കെ കോഴ്സ് ബ്രില്ലിനുണ്ടോ അതിലെല്ലാം പഠിക്കുന്ന കുട്ടികളോട് ഒന്നു ചേർന്നിരുന്ന് പരീക്ഷ എഴുതുമ്പോൾ അതായത് ആയിരക്കണക്കിന് കുട്ടികളോടൊപ്പം പരീക്ഷ എഴുതി അവർക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കൂടിയാണല്ലോ ക്രാഷ് കോഴ്സ്. ഇനിയുണ്ട് 5 മാസം. അതെ, ഈ 5 മാസം. അതെ. അപ്പോൾ ജോസഫ് സാറും ജസ്റ്റി സാറും ഒരുപാട് കാര്യങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരുപാട് ഫെസിലിറ്റീസ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതിലും അവസാനിക്കുന്നില്ല എന്ന് തന്നെ പറയണം. ഇനിയുമുണ്ട് ഓർത്തെടുത്താൽ ക്രാഷ് കോഴ്സിന് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ്. അതെന്തെല്ലാമാണ് ജോസഫ് സാർ? സാറേ, ബ്രില്ലിൻ്റെ ഏതൊരു കോഴ്സിൻ്റെയും പ്രത്യേകതയാണ് ഒരു മെൻറ്റർ സപ്പോർട്ട്. അതെ, അത് ഓഫ്ലൈൻ ബാച്ചിനുണ്ട്, ഓൺലൈൻ ബാച്ചിനുണ്ട്. നമ്മുടെ ഹൈബ്രിഡ് പ്ലസ് ഓൺലൈൻ എല്ലാ ബാച്ചുകൾക്കും ഇത് അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന ഏതൊരു കുട്ടിയും വിവിധങ്ങളായ എൻട്രൻസ് പരീക്ഷകൾ എഴുതാൻ പോകുന്നു ഈ വർഷം. അപ്പോൾ ഈ എൻട്രൻസ് പരീക്ഷ എല്ലാം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാവിധ ഹെൽപ്പുകളും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ മോഡൽ എക്സാം, കാരണം ഇതിൻ്റെ സിലബസ് ഒക്കെ ഏകദേശം ഒരുപോലാണെന്ന് പറഞ്ഞാലും ഇതിൻ്റെ എക്സാം പാറ്റേണിൽ ക്വസ്റ്റ്യൻ രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസമെല്ലാം കുട്ടിക്ക് മനസ്സിലാക്കി ആ എൻട്രൻസിന് വേണ്ടിയും തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അതിനനുയോജ്യമായ രീതിയിൽ നമ്മൾ കൃത്യമായ മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പം ഏതൊക്കെ എൻട്രൻസിന് വേണ്ടിയും കൊച്ചു തയ്യാറെടുക്കുന്നുണ്ടോ, കൊച്ചു പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാം മോഡൽ എക്സാം എഴുതി പ്രാക്ടീസ് ആകാനുള്ള വലിയൊരു അവസരം ഈ കോഴ്സിലൂടെ കുട്ടിക്ക് അവൈലബിൾ ആവുകയാണ്. അതുപോലെ തന്നെ വീക്ക്ലി എക്സാമുകളിൽ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൃത്യമായിട്ട് ടോപ്പിക് അയച്ചു കൊടുക്കുക, ടോപ്പിക്ക് പറഞ്ഞ് കൃത്യമായിട്ട് പഠിച്ചോന്ന് അന്വേഷിക്കുക, ഇല്ലെങ്കിൽ അവരുടെ പേരൻസിന് അതിനുവേണ്ടി ഗൈഡ് ചെയ്യുക, അതെല്ലാം കൂടെ കൂടിയ മാത്രമല്ല എക്സാമിന് ശേഷം നമ്മുടെ റിസൾട്ട് അനാലിസിസ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഓരോ എക്സാമിന് ശേഷവും നമ്മൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യേണ്ട ഒരു ലൈവ് വെബ്എക്സ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ഈ വെബ്എക്സ് മീറ്റിംഗിൽ ഡയറക്ടേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോർഡിനേറ്റേഴ്സും കുട്ടികളോടും പേരൻസുമായിട്ടും നേരിട്ട് സംസാരിച്ച് അതോടൊപ്പം തിരിച്ച് അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ അവരുടെ കോഴ്സുമായിട്ടും എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കാൻ അവസരം, ഒരു പരസ്പരം ഇന്ററാക്ഷൻ നടക്കുന്നത്. ആ ഇന്ററാക്ഷനിൽ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാനായിട്ടുള്ള അവസരമായിട്ട് ഡയറക്ടറുമായിട്ട് നേരിട്ടും ഒക്കെ അവസരം കിട്ടുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് ലോകത്ത് ഏത് മൂലയിരുന്നും നമുക്ക് എവിടെയുള്ളവർക്കും വലിയൊരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വക സംവിധാനം എല്ലാം നമ്മുടെ ക്രാഷിലെ കുട്ടികൾക്കും മറ്റു കോഴ്സുകൾ ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ വലിയൊരു വ്യത്യാസം. അപ്പോൾ ജോസഫ് സാർ പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ തന്നെ ഇനിയുള്ള ആ ഒരു ചുരുങ്ങിയ മാസം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമായി വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഫെസിലിറ്റീസും എല്ലാം ഉൾപ്പെടുത്തി ഒരു വലിയ ജസ്റ്റി സാർ എപ്പോഴും മെൻഷൻ ചെയ്ത പോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാം തന്നെയാണ് ക്രാഷ് കോഴ്സ് 2024. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ ആരും പാഴാക്കരുത്. ഉടൻ തന്നെ ബ്രില്ലിൻ്റെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. www.berlinpala.org എന്ന നമ്മുടെ സൈറ്റിൽ പ്രവേശിച്ച് ക്രാഷ് കോഴ്സ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനിയുള്ള സമയം എല്ലാവരും ആത്മാർത്ഥമായി പഠിക്കുക. ബ്രില്യൻ ഒപ്പമുണ്ടാവും. നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.